പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോ ഇടിയപ്പം കൊണ്ട് എന്തോ ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല, നൂലപ്പം എന്നും പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ കാണണം. ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചെയ്യുമെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഇനി വേണം മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട്. അപ്പം ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഞാനിതിലെടുത്തതെന്ന്. എങ്കിലും ഞാൻ പറയാണ്. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, പച്ചക്കറി ഇപ്പോൾ ബീൻസോ ഗ്രീൻ പീസോ എന്താണെങ്കിലും എടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇടിയപ്പം. ഞാനൊരു 9 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണ് ബാക്കി വന്നതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. പിന്നെ മല്ലിയില, 2 കോഴിമുട്ട, പിന്നെ ഒരു മീഡിയം സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതക്കോ ഇതുപോലെ അരിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്കൊന്ന് പാൻ ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പതിവ് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം ഇടുവോ പിന്നെ ഇടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഞങ്ങളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യം ഇട്ട് അതൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ സവാള, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ പറമ്പിലേക്ക് വന്ന് എടുക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ വന്നില്ല, എടുത്തുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഇട്ടോ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു പാതി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഇതൊക്കെ ഒന്ന് വേഗണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് വേഗട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളുടെ ഇടിയപ്പത്തിനെ ഒന്ന് പിച്ച് കയറി സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ആ തേങ്ങയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇടിയപ്പം മാത്രമാണ് എടുക്കുന്നത്. പലർക്കും തേങ്ങ ഇടയ്ക്ക് കടിക്കണത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ തേങ്ങ മാറ്റി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചക്കറി വെന്തോന്നൊക്കെ നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക്, മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒരിത്തിരി ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മുട്ട ചിക്കന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട വേഗണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കണില്ല. ആകെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർക്കണ്ട. പിന്നെ ഇതിൻ്റെ ഒപ്പം സോയാ സോസോ അതുപോലെ ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും പരീക്ഷിച്ച് നോക്കണം. പിന്നെ ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സെറ്റപ്പാക്കി വെച്ചേക്കണ ഇടിയപ്പം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, എന്താണെങ്കിലും ചെയ്യണം. ഇനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ ഇത് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതിനെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാത്തിലും ഉപരി നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ അതുപോലെ പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.